പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലവൽ. ഇത് നമ്മൾ സ്ഥിരമായി വീഡിയോയിൽ പരിചയപ്പെടുത്താറുള്ള അമ്പലവയൽ എന്നൊരു സുന്ദര കൊച്ചു ഗ്രാമം. ആ അമ്പലവയലത്തെ ടൗണിൽ നിന്നും വളരെ അടുത്തുള്ള ഒരു നല്ലൊരു നാടൻ ഭംഗിയുള്ള ഒരു കൊച്ചു വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം. അതിനടുത്തൊരു വീട് വിൽപ്പനയ്ക്കുണ്ട്. അപ്പം ഈ ഒരു വെള്ളച്ചാട്ടം ആ ഒരു വീടിൻ്റെ ഒരു ഹൈലൈറ്റാണ്. നമുക്ക് വയനാടിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന, വയനാട്ടിലൊരു വീട് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും പറ്റിയ നല്ല വശ്യഭംഗി, ഒരു ഗ്രാമത്തിൻ്റെ നമ്മൾ ആരെ ആകർഷിക്കുന്ന നല്ലൊരു ഗ്രാമീണ വശ്യത, ആ ഒരു നല്ലൊരു ഭംഗി അവിടെ ഉണ്ട്. നല്ലൊരു റിലാക്സ് ചെയ്തിരിക്കാനും നമുക്ക് പണ്ടത്തെ നാട്ടിൻപുറത്തെ ഒരു കുളിക്കാനും തുണി അലക്കാനും ഒക്കെ പറ്റിയ ഒരു അന്തരീക്ഷം നമുക്കവിടെ ഉണ്ട്. നമുക്ക് വെറുതെ റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയൊരു അന്തരീക്ഷം, നല്ല ആംബിയൻസുള്ള, ഈ കാണുന്ന നല്ല പാൽനുര പോലെ ഒഴുകുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭംഗി, അത് എത്ര കണ്ടാലും മതി വരാത്തൊരു ഭംഗിയാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ വീടുള്ളത്. ഒരു ചെറിയ വീടാണ്. ചെറിയൊരു ഫാമിലിക്കും വയനാട്ടിലൊരു കൊച്ചു വീട് വേണം, വയനാട്ടിലൊക്കെ വരുമ്പോൾ ചൂട് കാലത്തൊക്കെ വന്ന് വയനാട്ടിൻ്റെ ആ തണുപ്പൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീടാണത്. അപ്പോൾ നേരെ നല്ല വയലും ഒക്കെയുള്ള നല്ലൊരു ടാർ റോഡ് ഫ്രണ്ടേജാണ് വീട്. മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ്. ടൗണ്, സ്കൂള്, ആശുപത്രികൾ, മറ്റ് സൗകര്യങ്ങളൊക്കെ അടുത്തുണ്ട്. മറ്റ് യാതൊരുവിധ വന്യജീവി ശല്യമോ ഫോറസ്റ്റോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. വെള്ളം കയറുന്ന പ്രശ്നമൊന്നുമില്ല. ഹൈറ്റിലാണ് വീടുള്ളത്. ടാർ റോഡിൽ നിന്ന് ഹൈറ്റിലേക്കാണ്. മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പേപ്പറൊക്കെ ക്ലിയറാണ്. അപ്പം ഈ വീടുള്ളത് വെറും ഒരു 5 സെൻറ്റ് സ്ഥലത്ത് 2 ബെഡ്റൂമോട് കൂടി ഒരു ക്യൂട്ട് വീടാണ്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് വെറും ഒരു 100 മീറ്റർ ജസ്റ്റ് ഉള്ളൂ ഈ വീട്ടിലേക്ക്. അപ്പോൾ നമുക്കെല്ലാം ആസ്വദിച്ചൊരു സുന്ദര ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിൽ ഒരു ക്യൂട്ട് വീട്, വയനാട്ടിലൊരു സുന്ദരൻ ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സംഭവം. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് മെല്ലെ ചെല്ലാം. നമ്മളങ്ങനെ ടാർ റോഡിലൂടെ കടന്ന് 2 വഴിയുണ്ട്. ഇപ്പം സ്റ്റെപ്പ് കയറിയിട്ട് വീടിൻ്റെ മുന്നിൽ കൂടെ കയറാം, സൈഡിൽ കൂടെ വാഹനം കയറാനുള്ള വഴിയുണ്ട്. മുന്നിലെ ടാർ റോഡ് അങ്ങോട്ട് അങ്ങോട്ട് കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ അപ്പുറത്തേക്കുണ്ട്. അപ്പോൾ ഈ കാണുന്ന വീട് നമ്മൾ കണ്ടില്ലേ, വിശാലമായ ടാർ റോഡ് ഫ്രണ്ടേജാണ്. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമത്തിൻ്റെ എല്ലാവിധ ആ ഗ്രാമീണത തുളുമ്പുന്ന നല്ലൊരു നാട്ടുമ്പുറം. അപ്പോൾ നമ്മൾ മുകളിലേക്കൊക്കെ വേറെ വീടുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പം കോൺക്രീറ്റ് ചെയ്ത മുറ്റത്തേക്ക് കയറുകയാണ്. അവിടെ ഒരു കാർ പോർച്ച് ഉണ്ട്. കയറുമ്പോൾ വലതുവശത്ത് കാർ പോർച്ച് ഉണ്ട്. ചുറ്റുമൊക്കെ നല്ലൊരു ഭംഗിയുള്ള വീട്, നല്ലൊരു ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളാണ്, പുറത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ 5 സെൻറ്റ് സ്ഥലമാണ് ഈ വീട്ടിൽ മൊത്തത്തിലുള്ളത്. പിന്നെ 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ നമുക്ക് ആ പുറത്തെ കാഴ്ചകൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. മുറ്റത്തൊരു തെങ്ങൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് പോകാം. ഒരു വാർപ്പിട്ട വീടാണ്. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് മെല്ലെ നമുക്ക് സ്റ്റെപ്പൊക്കെ കയറി ടൈൽസ് ഇട്ട നല്ല ഭംഗിയുള്ള ടൈൽസൊക്കെ പതിച്ചതാണ്. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അങ്ങോട്ട് കയറാം. ഫസ്റ്റ് നമ്മൾ നല്ലൊരു വലിയൊരു ഡോറ്, നല്ല ഭംഗിയുള്ളൊരു ഡോറാണ്. അത് കടന്ന് നമ്മൾ ഹാളിലേക്ക് എത്തി. ചെറിയൊരു സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു നല്ല സ്പേസാണ്, നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ 2 ബെഡ്റൂമുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വാഷിംഗ് ഏരിയ ആണ്. അപ്പോൾ അത് നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല വാഷ് ബേസിനെ കൊടുത്തിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള സംഭവമാണ് ഇത്. വീട്ടിലത്തെ ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡാണ്. നല്ല സൂര്യപ്രകാശമൊക്കെ റൂമിലേക്കുണ്ട്, വെളിച്ചമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് ഈ വീട്ടിലത്തെ ഫസ്റ്റ് ബെഡ്റൂം കണ്ടു. മൊത്തത്തിൽ 2 ബെഡ്റൂം, അതിൽ ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു. ഇത് അറ്റാച്ച്ഡാണ്. ബാത്റൂമൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ബാത്റൂമാണ്. നല്ല വൃത്തിയിലുള്ള നല്ല ഭംഗിയുള്ള ടൈൽസൊക്കെ ഒട്ടിച്ച് നല്ല യൂറോപ്യൻ ഫിറ്റിങ്സൊക്കെ വെച്ചിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ബാത്റൂം. അപ്പോൾ അത് അറ്റാച്ച്ഡാണ്. അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം ബാത്റൂമൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഫിറ്റിങ്സും സ്റ്റാൻഡേർഡ് സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഹാളിൽ കടന്നിട്ട് ഇനി ഈ വീട്ടിൻ്റെ അടുത്ത നേരെ നമ്മൾ വാഷിംഗ് ഏരിയയിൽ നിന്ന് അടുത്ത ബെഡ്റൂം, അത് നല്ല സ്പേസൊക്കെ ഉണ്ട്. നല്ല പുറത്തേക്കൊക്കെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. നല്ലൊരു ഏരിയ, നല്ല സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമും കഴിഞ്ഞ് നമ്മളിനി നേരെ അടുത്തൊരു വർക്ക് ഏരിയ, ഡൈനിങ് ഏരിയ, വർക്ക് ഏരിയ തൊട്ടപ്പുറത്തുണ്ട്. ഇതൊരു
ഫസ്റ്റ് കിച്ചണായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ഏരിയ. അപ്പോൾ ഈ വീടിന് ആവശ്യപ്പെടുന്നത് 25 ലക്ഷം രൂപയാണ്. ദേവരാജ് വയനാട് എന്നതും ദേവരാജ് അമ്പലം എന്ന 2 ചാനലുകൾ എനിക്കുണ്ട്. അപ്പോൾ പുതിയ ചാനലായ ദേവരാജ് വയനാട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട്. ദേവരാജ് അമ്പലവയലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് 5 സെൻറ്റ് സ്ഥലമാണ്. ആവശ്യപ്പെടുന്ന വില 25 ലക്ഷം രൂപയാണ്. അപ്പോൾ വിശദ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബന്ധപ്പെടുക. എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ മുഴുവനായി കാണുക. താങ്ക്